പരിചിതമായിരിക്കുന്ന ഒരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വാക്യം ദയവായിട്ട് ഉച്ചഭാഷണിക്കൂടെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ തുറന്ന് ആ വാക്യം നോക്കുന്നത് ഉചിതമാണ്. എല്ലാവരും ബൈബിൾ തുറന്ന് 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം വായിച്ചത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. മതി. എല്ലാവർക്കും പരിചയമുള്ള, പ്രത്യേകിച്ച് സഭാജനങ്ങൾക്ക്, വേദപുസ്തക വായനക്കാർക്ക് വളരെ പരിചിതമായിരിക്കുന്ന വേദവാക്യമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പത്രോസ് അപ്പോസ്തലന്റെ ഈ ലേഖനത്തിലെ സുന്ദരമായിരിക്കുന്ന ഈ വാക്യം. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. പത്രോസിന്റെ ലേഖനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒത്തിരി പ്രത്യേകതകൾ. അങ്ങനെ പത്രോസിന്റെ ലേഖനത്തിന്റെ പ്രത്യേകതകൾ ഓരോന്നോരോന്നും പറഞ്ഞാൽ ഇതൊരു ബൈബിൾ ക്ലാസ് പോലെ ആയിരിക്കും. ഓരോ യോഗത്തിന് അതിൻ്റെതായിരിക്കുന്ന ഒരു മോഡുണ്ടല്ലോ. ഇതൊരു കൺവെൻഷൻ ആയിരിക്കാൻ അങ്ങനെ ഓരോ പ്രത്യേകതകൾ പറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു പ്രത്യേകത പറയാം. പത്രോസിന്റെ ഈ ലേഖനത്തിന്റെ അതിപ്രധാനമായിരിക്കുന്ന പ്രത്യേകതകളിൽ ഒന്ന്, പത്രോസിന് ഈ ലേഖനം എഴുതാനുള്ള പ്രേരണയും അതിനുള്ള ദൂതുമെല്ലാം ദൈവമാണ്. ലേഖനത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. അത് സ്തോത്രം ഒരു മനുഷ്യന്റെ മനോമുഖരെ തുതിച്ചുയർന്ന നല്ല കാര്യങ്ങളല്ല. വേദപുസ്തകമെല്ലാം ദൈവശ്വാസീയമാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉള്ളിൽ കിടന്നതാണ് ദൈവം തിരുവെഴുത്തായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ അത് എൻ്റെ ആശയം എഴുത്തുകാർക്ക് ദൈവമായ കർത്താവ് കൊടുക്കുകയാണ്. എന്നിട്ട് അത് എഴുതേണ്ടയാള് അത് അവതരിപ്പിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും ദൈവം കൊടുക്കുന്നു. അപ്പോൾ സ്തോത്രം പത്രോസ് അപ്പോസ്തലൻ ദൈവമായ കർത്താവ് കൊടുത്ത ആത്മീക ആശയങ്ങൾ, ആത്മീക ദൂതുകൾ അത് അവതരിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ പത്രോസിന്റെ സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നോടെ ഞാൻ പറയാം, സ്തോത്രം എല്ലാ കാര്യം അവതരിപ്പിക്കാൻ ഒരു പശ്ചാത്തലം, ഒരു മുഖാന്തരം ഉണ്ടാകണം. സ്തോത്രം ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. സുവിശേഷം പറയുന്ന ആളുകളെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് ഓരോരുത്തരുടെ സുവിശേഷത്തിന്റെ അവതരണ രീതി മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഈ ശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ മാത്രം എടുത്ത് സുവിശേഷം പറയുന്ന ആൾക്കാരില്ലേ, നമ്മൾ ഞെട്ടിപ്പോവും. നിങ്ങളൊന്നും കേൾക്കാറില്ലേ? അയ്യോ സ്തോത്രം, ഈ നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ, വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ കണക്കുകൾ, ഇതെല്ലാം കൂടി കണക്കാക്കി ആൾക്കാരെ, ബുദ്ധിമാന്മാരെ പോലും ഞെട്ടിപ്പിക്കുന്ന ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സുവിശേഷം പറയുന്ന ഗംഭീര പ്രഭാഷകരുണ്ട്. സ്തോത്രം പ്രവചന ഭാഗങ്ങൾ മാത്രം എടുത്ത് ദാനിയേൽ പ്രവചനം, വെളിപ്പാട് പുസ്തകം തുടങ്ങിയ, സക്കറിയ പ്രവചനം തുടങ്ങിയ സ്തോത്രം സാധാരണക്കാർക്ക് കടിച്ചാ പൊട്ടാത്ത അതിശക്തമായിരിക്കുന്ന പ്രവചന സൂക്തങ്ങൾ എടുത്തുകൊണ്ട് പൊതുജന സമക്ഷം സുവിശേഷം പറയുന്ന ശക്തന്മാരുണ്ട്. കോമഡി മാത്രം പറഞ്ഞ് സുവിശേഷം പറയുന്നവരുണ്ട്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളുടെ ലഭിക്കുന്നതിന്റെ പ്രകാശനത്തിലാണ് ഈ സുവിശേഷം അവതരിപ്പിക്കുന്നത്. അതിനൊരു സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. എഴുത്തുകാരാണെങ്കിലും പ്രഭാഷകരാണെങ്കിലും അവതരിപ്പിക്കുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്, പുനലൂര് ചെന്ന് യേശുവാണ് രക്ഷകനെന്ന് ഒരു വീട്ടുകാരോട് പറയണം എന്ന് ദൈവം ഒരു ദൂതേൽപ്പിച്ചെന്നിരിക്കട്ടെ. പുനലൂർ ഒരു വീട്ടുകാരെ അടുക്ക ചെന്ന് ഞാനാണ് രക്ഷകൻ എന്ന് പറയണം. അത് ദൈവം ഏൽപ്പിച്ചിരിക്കുക. എന്നെ ഏൽപ്പിച്ചിരിക്കട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന സുരേഷ് ഭാഷ ഏൽപ്പിച്ചിരിക്കട്ടെ. സ്തോത്രം ദൈവം ഏൽപ്പിച്ചു, ഇന്ന വീട്ടിൽ പോയി നീ പറയണം ഞാനാണ് രക്ഷകൻ എന്ന്. ഇവിടുന്ന് നടന്നു പോയി പറയണോ, ബസ്സിൽ പോയി പറയണോ, സാറ് കാറിന് പോയി പറയണോ, കോട്ടിട്ടോണ്ട് പറയണോ, കയ്യില് കൊണ്ടെടുത്തോണ്ട് പറയണോ, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. ദൈവം എത്രേ പറഞ്ഞോളൂ, ഞാനാണ് രക്ഷകൻ അവനോട് പറയണം. സ്തോത്രം മനസ്സിലായോ? അത് അവിടെ ചെന്ന് ഒരു കേക്ക് മേടിച്ചുകൊണ്ട് പോയി വിശേഷം ചോദിച്ചിട്ട് പറയണോ, അതെയോ 500 രൂപ ഇങ്ങോട്ട് മേടിച്ചിട്ട് പറയണോ, ഇതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് ഇത്രേ വിഷയമുള്ളൂ, ഞാനാണ് രക്ഷകൻ എന്ന് പറയണം. ഈ പറയുന്നതിനകത്തുള്ള ഗുണമാണ് ജനപ്രിയരുണ്ടാകുന്നത്. മനസ്സിലായോ? ഒരു തരം വഴിപാട് പോലെ ആർക്കോ വേണ്ടി പറഞ്ഞാൽ ആർക്കും പ്രിയനാകില്ല. പക്ഷെ പറയേണ്ട പോലെ പറഞ്ഞാൽ, ഏൽപ്പിച്ചത് ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ പറഞ്ഞാൽ, അതിന്റെ ഗൗരവത്തിൽ പറഞ്ഞാൽ, ആ പറയുന്നവനെ ദൈവം അനുഗ്രഹിക്കും.
അതിന്റെ മാന്യതയ്ക്ക് പറഞ്ഞാൽ. ഇതൊക്കെ ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. ഇന്ന് രാത്രി ഇവിടെ ഒരു ദൂത് പറഞ്ഞിരിക്കുമ്പോൾ ഞാനൊരു രാഘവത്തോടെ ഉറക്കം തൂങ്ങി വന്ന് പറയാതെ, ജനത്തിന് കൊടുക്കേണ്ട ദൈവത്തിന്റെ സന്ദേശമാണെന്നുള്ള ബോധ്യത്തോടെ അതിന്റെ ഗൗരവത്തോടെ പറഞ്ഞാൽ അതിന്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും എല്ലാം ഉണ്ടാകും. അപ്പൊ ഓരോരുത്തർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് അവതരിപ്പിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പൗലോസിനെ കുറിച്ച് ഈ പത്രോസ് തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്ന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം രണ്ടാമത്തെ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുക. പത്രോസിന്റെ രണ്ടാം ലേഖനം 3:15 ഇങ്ങനെ പറയുക: അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം പറയുന്നു, പത്രോസ് പറഞ്ഞ എന്താ? നമ്മുടെ സഹോദരനായ പൗലോസും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഏതിനെക്കുറിച്ച്? പത്രോസ് എന്ത് പറഞ്ഞോ അതേ കാര്യം തന്നെ പൗലോസും പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇതിനെക്കുറിച്ചെന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ സഹോദരങ്ങളെ. പത്രോസ് ഈ പറയുന്ന കാര്യം നമ്മുടെ സഹോദരനായ പൗലോസും ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, അത് പലർക്കും ഗ്രഹിക്കാൻ പാടാ. അങ്ങനെ പറഞ്ഞ കാര്യമല്ലേ? കാരണം എന്താ? പൗലോസ് ഈ കാര്യം പറഞ്ഞത് തന്റെ ജ്ഞാനത്തിനൊത്തവണ്ണമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അസാധാരണ സ്കോളറാണ്. ആ കാലഘട്ടത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി സ്കോളറാണ്. അദ്ദേഹം ഒരു പരന്ന വായനക്കാരനാണ്, ദീർഘയാത്രികനാണ്, സമുന്നതരായിരിക്കുന്ന ആളുകളുമായിട്ട് സംസർഗമുള്ളവനാണ്, ഉന്നത കുടുംബത്തിൽ ജനിച്ചവനാണ്, കുലജാതനാണ്, ന്യായപ്രമാണം നന്നായി അരച്ചുകലയ്ക്ക് പഠിച്ചവനാണ്. എന്നിട്ട് പശ്ചാത്തലങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിലാണ് അദ്ദേഹം അത് എഴുതിയത്. പാവപ്പെട്ട മുക്കുവനായിരിക്കുന്ന പത്രോസ് മീൻപിടുത്തക്കാരനായിരിക്കുന്നവനോട് കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസിന്റെ ജ്ഞാനമില്ല, പത്രോസിന്റെ വായിച്ചെടുത്ത വായനാശീലമില്ല. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഈ വായനയിൽ നിന്ന് കിട്ടുന്ന പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സ്തോത്രം, പരന്ന വായനയിൽ സെക്കുലർ സ്തോത്രം മാസികകളിൽ നിന്നും മറ്റിവിടെ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്നത്. പത്രോസിനെ പോലത്തെ ഒരാൾക്ക് വായനാശീലമില്ല. അദ്ദേഹത്തിന് സമുന്നതരായിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധമില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് എങ്ങോട്ടും പുറത്തേക്ക് യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അനുഭവങ്ങളല്ലാതെ വേറൊരു പശ്ചാത്തലമില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയാം, അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദൂത് പറയാൻ സ്വർഗസ്ഥനായ ദൈവം ചിലരെ ഇന്ന് രാത്രി ഇതിനകത്ത് കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് കഴിവില്ലായിരിക്കാം, നിന്റെ മാതൃഭാഷ പോലും പറയാൻ കഴിവില്ലായിരിക്കാം. എന്നാൽ ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന സാക്ഷ്യം, നിന്റെ അനുഭവങ്ങൾ, അത് സുവിശേഷത്തിന് പ്രയോജനമാകട്ടെ. ഏറ്റവും സ്ട്രോങ് പശ്ചാത്തലം അനുഭവങ്ങളിൽ നിന്ന്, കഷ്ടതയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ദുരിതമൊക്കെ ആയിക്കോട്ടെ, അതിൽ നകത്ത് നിന്ന് ആ പശ്ചാത്തലത്തിൽ യേശുവിനെ ഉയർത്തുമ്പോൾ സാധാരണക്കാർക്ക് പോലും അത് മനസ്സിലാകാനിടയായി തീരും. ആ പത്രോസിന്റെ ലേഖനം നിങ്ങൾ ഇനി കർത്തൃദാസന്മാരും വേദാധ്യാപകരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സാണല്ലോ ഇത്. സ്തോത്രം, എനിക്ക് കിട്ടുന്ന പ്രകാശനം ഞാൻ ഒന്നും മറച്ചു വെക്കാതെ ഇവിടെ പങ്കുവെക്കുക. ആ വിധത്തിൽ നിങ്ങൾ ഈ പത്രോസിന്റെ ലേഖനം ഒന്ന് ആത്മപരിശോധന നടത്തണം. നിങ്ങളതിനെ ഒന്ന് വിചിന്തനം ചെയ്യണം. അവിടെ കാണാൻ കഴിയുന്ന ഒട്ടുമിക്കവാറും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ഞാൻ ഈ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പങ്കുവെച്ച 4, 5, 6 പ്രസംഗങ്ങൾ സാധാരണ പൊതുവേദികളിൽ പറയാറുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം ഇപ്പൊ നമ്മൾ ഇന്ന് വായിച്ച ഈ പറയപ്പെട്ടിരിക്കുന്ന വാക്യം. ആ വാക്യം അദ്ദേഹം പറയുന്നത് സ്തോത്രം ഏതോ പുസ്തകത്തിൽ നിന്ന് കടമെടുത്തതല്ല, ഇന്റർനെറ്റിൽ നിന്ന് ചോർത്തിയെടുത്തതല്ല, പവർ വിഷനിൽ കേട്ടതല്ല, ആരാണ്ടും പറഞ്ഞതല്ല. പത്രോസിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എന്താ പറയുന്നത്? ഈ ദൈവം നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ ഉയർത്തേണ്ടതിന് എന്ത് ചെയ്യണമെന്നത് അനുഭവത്തിൽ നിന്ന് പറയുക. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ന് രാത്രി ഈ അകലത്തോ അടുത്തോ ആര് കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത,
കെമിസ്ട്രിക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ അല്ല സുവിശേഷം. സ്തോത്രം, മനസ്സിലായോ? എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ സുവിശേഷത്തിന്റെ പല പ്രഭാഷകരും അല്ല, സുവിശേഷത്തിന്റെ മൊത്തം ഉള്ളടക്കം അത് സഭ അനുഭവിക്കുന്ന സത്യമാണ്. അതിവിടെ ഇരിക്കുന്ന പലരും അതുകൊണ്ടാണ് ഇത് പറയുമ്പോ തന്നെ അവർക്കിവിടെ ഇരിക്കാൻ പറ്റാതെ വണ്ണം ദൈവത്തിന് മഹത്വപ്പെടുത്താൻ തോന്നുന്നതിന്റെ കാരണം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 50 കൊല്ലമായി, കഴിഞ്ഞ 30 കൊല്ലമായി ഈ ഭൂമിയിൽ അനുഭവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. സുവിശേഷം കേൾക്കാനുള്ളതല്ല, സുവിശേഷം വെറുതെ പ്രചരിപ്പിക്കാനുള്ളതല്ല, സുവിശേഷം മതിലേൽ എഴുതി വെക്കാനുള്ളതല്ല, സുവിശേഷം ഏതെങ്കിലും മീഡിയയിലൂടെ തൊടുത്തുവിടാനുള്ളതല്ല. ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷം അനുഭവിക്കാനുള്ളതാണ്. ഇന്ന് രാത്രി കോന്നിയിലും ആനകുത്തിയിലും അത് അനുഭവിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവരിന്ന് രാത്രി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, എനിക്കിതൊന്ന് അനുഭവിക്കണമെന്ന് പറ. അനുഭവിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ഇതിന്റെ ഉള്ളടക്കമെല്ലാം അനുഭവിക്കാനുള്ളതാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, വരാനുള്ള ലോകത്തിന്റെ ശക്തി പോലും ഇവിടെ ഇരുന്നുകൊണ്ട് അനുഭവിക്കാന്ന്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത പറയുന്ന കൂടത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് എബ്രായ ലേഖനത്തിനകത്ത്. സ്തോത്രം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിച്ചിട്ട് ദൈവത്തിന്റെ വചനം ആസ്വദിച്ചിട്ട് വരുവാനുള്ള ലോകത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. സ്തോത്രം, വാടക വീട്ടിലായിരിക്കും കിടക്കുന്നത്. പക്ഷെ വാടക വീട്ടിൽ കിടന്നുകൊണ്ട് നാം വരാനിരിക്കുന്ന ലോകത്തിന്റെ ശക്തി അനുഭവിക്കുന്നവരുണ്ട്. സ്തോത്രം, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതാണ് ആത്മീകത. ആരോ പറയുന്നത് കേട്ട് വട്ടം കറങ്ങി നടക്കുന്നതല്ല. പിന്നെയോ നിനക്ക് അനുഭവിക്കാൻ പറ്റൂ. യേശു രക്ഷകനാണ്. അവൻ സൗഖ്യമാക്കൂ, അവൻ ഉയർത്തൂ, അവൻ മാനിക്കൂ. ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും. ഈ രാത്രിയിലെ കൺവെൻഷന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ഒരുപക്ഷെ 3 ദിവസം കൊണ്ട് കൺവെൻഷന്റെ കൊടി ഇറങ്ങും. ഈ വേദി സ്തോത്ര കൺവെൻഷന് നിന്ന് മാറ്റപ്പെടും. സ്തോത്രം, മറ്റു ചില മീറ്റിങ്ങൾ ഇവിടെ കാണും. പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം, എനിക്ക് എൻ്റെ ദൈവത്തെ ഒന്ന് അനുഭവിക്കണം. നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചാലും നിങ്ങൾ ഒരുപക്ഷെ ആരോ നിർബന്ധിച്ച് യോഗത്തിൽ വന്നിരിക്കുന്ന ആളാണെങ്കിലും ഓൺലൈനിൽ കേൾക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇന്ന് നീ കേൾക്കാൻ പോകുന്നത് എന്തൊക്കെയാണോ അത് കേട്ട് കുറിച്ചു വെക്കുകയല്ല, എന്റെ വീട്ടിൽ അത് അനുഭവിക്കാനിടയാകണം. അങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവം അത് മാനിക്കാനിടയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. പത്രോസ് തന്റെ അനുഭവത്തിലൂടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യം 4 കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്തുള്ളത്. ഈ വാക്യത്തിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ എന്റെ പ്രമേയം എന്ന് പറയുന്നത് ഉയർച്ച എന്നതാണ്. ഉയർത്തുക എന്നതാണ്. സ്തോത്രം. ഉണ്ടോ? ഞാൻ ഇത് പറയുമ്പോ അല്ല, എനിക്കിങ്ങനെ ഓടിച്ചങ്ങ് പറഞ്ഞ് തീർക്കാൻ അറിയില്ല. ഞാൻ ആവേശക്കാരനാണ്, പക്ഷെ പറയുന്നത് പഴുതടച്ച് പറയണമെന്ന് ഒരു ആഗ്രഹക്കാരനായതുകൊണ്ട് ഞാനിങ്ങനെ നുള്ളിപ്പിറക്കിയെല്ലാം പറയുന്നത്. ആ വാക്യത്തിന്റെ ഉള്ളടക്കം എന്താന്ന് ചോദിച്ചാൽ, അതിന്റെ ഏറ്റവും വലിയ കണ്ടന്റ് എന്താന്ന് ചോദിച്ചാൽ ഉയർത്തുക എന്നൊരു വാക്കാണ്. ഉയർത്തുക. ആ ഉയർത്തേണ്ടതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനാണ് അതിന്റെ വിശദീകരണങ്ങളെല്ലാം. ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോന്നിക്കാർക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ചുമ്മാ കിട്ടിയാ മേടിക്കാം, പക്ഷേ അങ്ങനെയൊന്നും പറയുന്ന ഇഷ്ടമല്ല. ആ ടൈപ്പ് ആൾക്കാരാണോ നിങ്ങൾ? അല്ല. ഇനി ഇത് നോക്കിയത് ആരോടായി പറയുന്നതെന്നറിയാമോ? ലേഖനത്തിനകത്താ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, വഴി കിടക്കുന്നവനോടല്ല, അല്ലെങ്കിൽ സ്തോത്രം പുറത്തു കിടക്കുന്നവനോടല്ല, ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കായി ലേഖനം എഴുതിയിരിക്കുന്നത്? പത്രോസ് എഴുതിയിരിക്കുന്നു, ഞങ്ങളെ പോലത്തെ വിശ്വാസം ലഭിച്ച വൃതന്മാർക്ക് എഴുതിയിരിക്കുന്നു. അപ്പൊ ആ വൃതന്മാരോടാണ് പറയുന്നത്, നിങ്ങളെ ഇനിയും ദൈവത്തിന് ഉയർത്താനുണ്ട്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ലേഖനത്തിനകത്ത് പറയുന്നു, വഴിപോക്കരോടല്ല, കച്ചവടം പൊട്ടി 10 ലക്ഷം രൂപ കടം വന്ന് കിടക്കുന്നവനോടല്ല, സ്തോത്രം പിള്ളേരെ പഠിപ്പിക്കാൻ പോയിട്ട് ആ വഴി തലതെറിച്ചു പോകുന്നതിന്റെ പേരിൽ ഭാരപ്പെടുന്ന ഒരു അപ്പനോടല്ല, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്ന് വൃതനായി ജീവിക്കുന്ന ഒരു വൃതനോട് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പറയുകയാണ്, നിങ്ങളെ ഉയർത്തി കഴിഞ്ഞില്ല, ഇനിയും ഉയർത്താനുണ്ട്.
ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ആ വാക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. ദൈവം പറയുന്നു, നിന്നെ ഉയർത്തി കഴിഞ്ഞിട്ടില്ല. നീ 40 കൊല്ലമായി കർത്തൃവേലയിലായിരിക്കും. നീ 35 കൊല്ലമായിട്ട് സത്യദൈവത്തെ ആരാധിക്കുന്ന ആളായിരിക്കും. ഓലക്കീറ് കൊണ്ട് മേഞ്ഞൊരു വീട്ടിൽ തുടങ്ങിയതായിരിക്കും. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ നിനക്ക് 2 നില. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവം ഈ പുസ്തകം വായിക്കുന്നതുകൊണ്ട് പറയുന്നു, നിന്നെ ഉയർത്തി കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. നമുക്കൊരു ഒരു വൈക്ലഭ്യം അതിനകത്തുള്ളത്, ഉയർച്ച എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മലയാളിയുടെ അകത്തേക്ക് വരുന്നത് സ്തോത്രം 2 നില വീട്, 50 ലക്ഷത്തിന്റെ കാറ്, സ്തോത്രം, ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ വേദപുസ്തകത്തിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭാഷയുണ്ട് കേട്ടോ. ബൈബിളിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഒരാളെ കുറിച്ച് ദൈവം എന്ത് കണ്ടിരിക്കുന്നോ ആ ലെവലിലേക്ക് അവനെ കൊണ്ടുവരിക. അത്രയേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആ ലെവലിലേക്ക് അവനെ കൊണ്ടുവരിക. പൗലോസ് എന്ന് പറയുന്ന ആളൊരു സാധാരണക്കാരനല്ല. അദ്ദേഹം ഗംഭീരമായി ശുശ്രൂഷിച്ചു പോരുകയാണ്. സ്തോത്രം. എവിടെ? അന്ത്യോക്യ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അന്ന് ഈ ബർന്നബാസിനെ കുറിച്ചും ശൗൽ അഥവാ പൗലോസിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് പ്രവാചകന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. ഗംഭീരമായി ശുശ്രൂഷ, അവിടെ ഭയങ്കരമായ ശുശ്രൂഷകൾ നടക്കുക. പക്ഷെ അവിടെ വെച്ച് ദൈവാത്മാവ് ഉപവാസത്തിൽ പറഞ്ഞു, ഇവരെ കണ്ടിരിക്കുന്നതിന് വേണ്ടി വേർതിരിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് ദൈവം എന്താണോ കണ്ടത് ആ ലെവലിലേക്ക് അവരെ കൊണ്ടുവരണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, നിന്നെ കുറിച്ച് കണ്ടിരുന്ന ലെവലിൽ എത്തിയോ? എത്തിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ഓക്കെ. നിങ്ങളെ കുറിച്ച് കണ്ടിരുന്നതിനകത്ത് എത്തി പാസ്റ്ററെ, അതിന്റെ അങ്ങേയറ്റത്തെത്തി. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇന്ന് രാത്രി നിങ്ങൾ സുല്ല് പറഞ്ഞ് മാറിയിരുന്നു. അതല്ല, എന്റെ ദൈവം എന്നെ വിളിച്ചപ്പോൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയും ചില കാര്യങ്ങൾ എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് എത്തിപ്പിടിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലെ സന്ദേശം അങ്ങനെയുള്ളവരോടാണ്. ആ ലെവലിലേക്ക് ദൈവം നിങ്ങളെ, തലമുടി നരച്ചതോ പ്രായമായതോ, സ്തോത്രം, നിങ്ങൾക്ക് ചില കൊളസ്ട്രോൾ വന്നതോ ഷുഗർ വന്നതൊന്നും കണക്കാക്കണ്ട. അതിന്റെ ഇടയിലിട്ടുകൊണ്ടും ദൈവം തന്റെ വാക്ക് പാലിക്കും. അപ്പൊ ദൈവം ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തുന്നതാണ് ദൈവത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബം വിശ്വാസത്തിലേക്ക് വന്നു കാണും. നിങ്ങൾ എവിടേക്കോ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിക്കാണും. നിങ്ങൾക്കൊരല്പം സ്തോത്രം, ഒരു സ്വസ്ഥത സമാധാനമൊക്കെ വന്നു കാണും. പക്ഷെ ദൈവം പറയുന്നു, അത്രയൊന്നും അല്ല. നീ എന്നെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ, നീ നിന്റെ ചാർച്ചക്കാരുടെയും വീട്ടുകാരുടെയും ഇടയിൽ നിന്ന് ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി വരാൻ തയ്യാറായപ്പോൾ, നിന്നെ കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ എത്തിക്കുന്നതിനാണ് ദൈവം ഉയർത്തി എന്ന് പറയുന്നത്. ദൈവം ഉയർത്തി എന്ന് പറയുന്നത് മനസ്സിലാവുന്നോ? സ്തോത്രം. ദൈവം ഉയർത്തി എന്ന് പറയുന്നത് ദൈവം തമ്പുരാന്റെ ഒരു ലെവലുണ്ട്. നമ്മളെല്ലാം കൂടി കൂട്ടിപ്പിടിക്കരുത്. സ്തോത്ര, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയുന്നതൊക്കെ ശരിയായിരിക്കും ഒരു ഭാഗം. പക്ഷെ ദൈവത്തിൻ്റെതായ ഒരു പോളിസി ഉണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ പോളിസി ഉണ്ട്. 30 ലക്ഷം രൂപ കടമെടുത്ത് കട്ട പലിശക്കെടുത്ത് മാസം 45,000 രൂപ വെച്ച് EMI അടയ്ക്കണം. സ്തോത്രം. വണ്ടി മേടിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ വീട് പണിയാനോ 45,000 രൂപ വെച്ച് മാസം അടയ്ക്കാൻ വേണ്ടി ചക്രശ്വാസം വലിച്ചിട്ട് ദൈവം തന്നതെന്ന് പറഞ്ഞാൽ തമ്പുരാൻ ചിലപ്പോൾ ചിരിക്കും. കാരണം നിന്നെ കുരിശെ കയറ്റിയിട്ടല്ല, ദൈവം തരുവാണെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറം ഇച്ചിരിയോടെ ശാന്തമായിരിക്കെ സ്വർഗ അത്ഭുതം ചെയ്യും. ദൈവമായ കർത്താവിന് ദൈവത്തിന്റെ വഴിയുണ്ട്. ആ വഴി കൂടെ ദൈവം അവനെ ഉയർത്താനിടയാകും. സ്തോത്രം. അപ്പൊ ഉയർച്ച എന്ന വിഷയമാണ് ഇതിനകത്ത് കിടക്കുന്നത്. പക്ഷെ പത്രോസ് പറയുന്നു 4 കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ശാന്തമായി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാ സമയം ഇന്ന് രാത്രി അനുവദനീയമായിരിക്കുന്ന സമയം അവസാനിക്കും. ഒന്നാമത്തത്, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. 2, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്താൻ ഒരു കാരണമുണ്ട്. 3, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്താൻ ഒരു സമയമുണ്ട്. 4, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്.
ഈ 4 കാര്യങ്ങളെ ഭംഗിയായി എന്നെനിക്ക് പറയാൻ പറ്റിയല്ല, കാരണം ഇനിയുള്ള സമയം കൊണ്ട് അത്രയും നമുക്ക് തെളിയിച്ചു കൊണ്ടുവരാൻ പറ്റിയല്ല. എങ്കിലും അസ്വസ്ഥരാകാതെ അശ്രദ്ധരാകാതെ ഇരിക്കുകയാണെങ്കിൽ ഈ 4 കാര്യങ്ങളെ ഒരു 10 മിനിറ്റ് വീതമെങ്കിലും എടുത്ത് പറയണം. ഒരു അരമണിക്കൂർ വീതമെങ്കിലും പറഞ്ഞെങ്കിൽ ആ കാര്യത്തെ തൃപ്തിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് കണ്ടന്റ്, അത്രയ്ക്ക് ഉള്ളടക്കം അതിനകത്തുണ്ട്. എങ്കിലും ഒരു 10 മിനിറ്റ് വീതം എടുത്തെങ്കിലും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം. ഒന്നോടെ ഞാൻ പറയാം, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ വാക്യം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ? കാലം മാറുമ്പോൾ നാട് മാറും, നാട് മാറുമ്പോൾ നമ്മളും മാറും. അതൊക്കെ ഒരു പൊതുവായ തത്വമാണ് അല്ലേ? അങ്ങനെ കാലത്തിന്റെ മാറ്റം കൊണ്ട് നിനക്ക് ഒരു മാറ്റം വരുമെന്നല്ലല്ലോ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ നിങ്ങളെ ഉയർത്തുമെന്നല്ലേ, അല്ലാതെ നീ തന്നെ അങ്ങ് ഉയർന്നോളൂ എന്നല്ലല്ലോ. പിള്ളേരൊക്കെ വലുതാകട്ടെ. സാധാരണ നമ്മൾ ആശ്വസിക്കാറുണ്ട്. അവർ വന്ന് പറയും, എൻ്റെ പാസ്റ്ററെ 3 വട്ടം തീരുമാനിച്ച് ആത്മഹത്യ ചെയ്തേക്കാന്ന്, 3 വട്ടം തീരുമാനിച്ച് മരിച്ചേക്കാന്ന്. ഞങ്ങൾ പാസ്റ്റർമാരല്ലേ, എന്തോരം പേരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഈ ശ്രേഷ്ഠ ദൈവദാസന്മാർ കേൾക്കുന്നു. അപ്പൊ 3 വട്ടം തീരുമാനിച്ചു, സ്തോത്രം. പിന്നെ എന്തുകൊണ്ട് മനസ്സ് അപ്പൊ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാം? എൻ്റെ പൊന്നു ബ്രദറെ, നിനക്ക് 2 ആൺപിള്ളേരല്ലേ? മൂത്തവനിപ്പോൾ 10-ലെത്തിയില്ലേ, മറ്റവനിപ്പോൾ 7-ലെത്തിയില്ലേ? 5-6 കൊല്ലോടെ കഴിയുമ്പോൾ അതുങ്ങൾ വളർന്നാൽ നിന്റെ കഷ്ടം തീരും. ഉപദേശിയാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന സുവിശേഷ സ്തോത്രം, മനസ്സിലായോ? അതുങ്ങൾ വളർന്ന് എവിടെയെങ്കിലും, ഇപ്പോഴത്തെ കാലമല്ലേ, എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് സ്തോത്രം. പെങ്കൊച്ചുങ്ങളാണെങ്കിൽ പോലും നേഴ്സിംഗ് പഠിപ്പിച്ചാലും കൊണ്ടോക്കൂളൂടാ വല്ലവരും ആരെങ്കിലും ഏത് സ്ഥലത്ത് എത്തിക്കോളൂ. അവിടെ വെച്ച് അങ്ങനെയാണോ ഈ വാക്യം? നിന്റെ കൊച്ചു വളർന്ന് നേഴ്സായിട്ട് UK പോയിട്ട് കഷ്ടം തീരുമെന്നാണോ? സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ചെറുക്കം വളർന്ന് നിന്റെ കടം തീർക്കുമെന്നാണോ? അല്ല. നിന്റെ മോന്റെ മോളുടെ നിന്റെ നാട്ടുകാരുടെ നീ വെച്ചിരിക്കുന്ന റബ്ബറിന്റെ മാവിന്റെ ഒന്നും കണക്ക് ഇവിടെ ഇല്ല. നീ ദൈവത്തെ വിശ്വസിച്ചാൽ സ്വർഗം പറയുന്നു, നിനക്ക് 1/2 സെന്റ് ഭൂമിയെ ഉള്ളെങ്കിലും ദൈവം നിന്നെ ഉയർത്തും. ദൈവം ഉയർത്തും. ആരും സഹായിക്കാനില്ലെങ്കിലും, ഒരു ബാങ്കുകാരൻ ലോൺ തരത്തില്ലെങ്കിലും, അയലക്കത്തുകാരൻ വായ്പ പോലും ചോദിച്ചാൽ തരില്ലെങ്കിലും, ഒരു പക്ഷെ ഇച്ചിലൂടെ കടത്തി പറയുക, നിന്റെ കൂട്ടായ്മയ്ക്കകത്തുള്ളവര് പോലും നിന്നെ വല്ലാത്തൊരു കണ്ണുകൊണ്ട് കണ്ടാലും എന്റെ ദൈവം പറയുന്നത് അനുസരിച്ച് നിന്നാൽ, ഇവിടത്തെ നാട്ടുകാരല്ല, ഇവിടത്തെ സൊസൈറ്റിക്കാരല്ല, ഇവിടത്തെ ആതുര സേവന സംഘടനകളല്ല, പിന്നെയോ ഉയരത്തിലൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഉയർത്തുമെന്നാണ് ഈ വാക്യം സമർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളെല്ലാം ഇന്ന് രാത്രിക്കാലം ഒരുപാട് പേരുടെ പുറകിലായിപ്പോയി. കൂടപ്പുറപ്പുകളെയും പ്രിയപ്പെട്ടവരെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരെക്കാളും പിന്നിലായി എന്നുള്ള നിരാശ കൊണ്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു, വേഗം ദൈവത്തെ വിശ്വസിക്ക്, ഈ കർത്താവിനെ തിരിച്ചറിയ്, ഈ രക്ഷകനെ മനസ്സിലാക്ക്. അനുഭവസ്ഥൻ ഇവിടെ സാക്ഷ്യം പറയുന്നു. മീൻ പിടിച്ച് നടന്നവർ, ഒന്നും പിടിക്കാതെ അനേക രാത്രികളിൽ മനസ്സുരുകിയവർ, നാട്ടുകാരുടെ നടുവിൽ വെറും മീൻകാരനായിരുന്നവർ, അവൻ സാക്ഷ്യം പറയുന്നു, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിന്റെ തത്വത്തിൽ ഒരുപാട് വിഷയങ്ങൾ ബൈബിളിനകത്തുണ്ട്. മൊത്തത്തിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, യൂത്ത് മീറ്റിങ്ങിൽ പിള്ളേരോടൊക്കെ സൺഡേ സ്കൂളിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ്, മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അമ്മയും അപ്പനെയും ഒക്കെ വിട്ട് കേരളത്തിൽ നിന്ന്, കോന്നിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വലിയ ഹൈദരാബാദിലോ സ്തോത്രം അല്ലെങ്കിൽ ബാംഗ്ലൂരോ വേണ്ട, കുറച്ചുകൂടെ സ്തോത്രം വലിയ UK-ലൊക്കെ ദൈവം നിങ്ങൾക്ക് അവസരം തരട്ടെ, അങ്ങനെ പഠിക്കാൻ വേണ്ടി പോയി. നിങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ നിങ്ങൾ ഭക്തിയോടെ വളർത്തിയത് കൊണ്ട് ബൈബിൾ കൊണ്ടുപോയി. നിങ്ങൾ ഒരു റൂമിൽ സ്തോത്രം അവിടെ ഹോസ്റ്റലിലൂടെ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പല രാജ്യത്തുനിന്നോ പല നാട്ടിൽ നിന്നോ വന്ന പിള്ളേരുടെ കൂടെ ഒരുമിച്ച് റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എപ്പോഴും കർത്താവിനെ വിളിച്ചോണ്ട് നടക്കുന്നു. നിന്നിൽ എന്തോ പ്രത്യേകത കണ്ടു. ഒരു ദിവസം നിന്റെ റൂംമേറ്റ്സിൽ 2 പേര് നിന്നോട് ചോദിക്കുകയാണ്, നീ എപ്പോഴും ഇങ്ങനെ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, നിന്റെ ദൈവം ആരാണ്? നിന്റെ ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ എന്തോ പറയും? ചോദ്യത്തിന് മറുപടി കാലി കൂട്ടി പറഞ്ഞതാണെന്നോ നക്ഷത്രം തൂക്കിയെന്നൊന്നും അല്ല പറയേണ്ടത്. അവർ ചോദിച്ചത് 1-ാം തരം ചോദ്യമാണ്. അതിന് പിള്ളേരെ പറയേണ്ട ഉപദേശിമാരടക്കം കേട്ടോളണം. ആരെങ്കിലും ചോദിച്ചാൽ എന്നോ പറയും.
നിങ്ങൾ ഈ മൈക്ക് വെച്ച് വെട്ടി പറയുന്ന ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്താണ്? മനുഷ്യനോടുള്ള ബന്ധത്തിൽ. നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഇപ്പോഴാ നമ്മളെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ചോദിച്ചു നോക്കി, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആരെങ്കിലും വന്ന് ചോദിക്കട്ടെ, സുവിശേഷത്തിന് എൻട്രി ഉണ്ടാകട്ടെ. നീ ഉടക്കാൻ വരുവാണെങ്കിലും ചോദിക്കട്ടെ, എടാ ഞങ്ങൾക്കൊക്കെ ദൈവമല്ലേ, നിനക്ക് മാത്രമേ ദൈവമുള്ളൂ, നിന്റെ ദൈവത്തിന് എന്നാ പ്രത്യേകത എന്നൊരു ചോദ്യം അങ്ങ് ഇടട്ടെ. അങ്ങനെ ഇട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പിന്നെ അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങാലും. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ബൈബിള് പറയുന്നു സൽഗുണങ്ങളുള്ള ദൈവം അല്ലേ? ഈ പത്രോസ് തന്നെ എഴുതിയിരിക്കുന്നത് എന്താ? നമ്മളെ വിളിച്ചത് തന്നെ സ്തോത്രം ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ. ഇങ്ങനല്ലേ ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്? നിന്നെ വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നീ പോകുന്ന വഴിക്ക് നിന്റെ ദൈവത്തിന് എന്തെങ്കിലും ഗുണം നീ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഗുണം നീ മറ്റുള്ളവരോട് പറയണം. അപ്പൻ മക്കളോട് പറയണം, അമ്മ മക്കളോട് പറയണം, കഴിഞ്ഞ 40 കൊല്ലമായി 28 കൊല്ലമായി എനിക്ക് ദൈവത്തെ അറിയാം. ഒന്നുമില്ലാത്ത കാലത്ത് നിനക്ക് കയറി കിടക്കാൻ വീടെങ്കിലും ഉണ്ടല്ലോ, സ്വത്രം നിനക്ക് വിരിച്ചു തരാൻ ബെഡും ബെഡ്ഷീറ്റും ഉണ്ടല്ലോ. ഇതൊന്നുമില്ലാത്ത ചാണകം മെടിക തറയിൽ പാമ്പും കൂട്ടിനകത്ത് ഹല്ലേലൂയ ചുമ്മാ മണ്ണ് വാരി വകഞ്ഞു വെച്ച് മഴ പെയ്ത വെള്ളം കുത്തി വലിച്ച് അകത്തു വരുന്ന തറയിൽ പനമ്പ് വിരിച്ചു കിടന്ന കാലത്ത് അന്ന് കണ്ടെത്തിയ ദൈവം, ആ ദൈവത്തിന്റെ ഗുണങ്ങൾ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരത്തില്ല. അതെന്നാ പറയാത്തത്? പിള്ളേരോടെങ്കിലും പറയണ്ടേ? അത് വീട്ടിൽ പിള്ളേരോടെങ്കിലും പറയണ്ടേ? വേദപുസ്തകത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്, അത്ര രാജകീയ പൗരോഹിത്യം തന്നിരിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നത്, അത്ര പദവി തന്നത് ദൈവത്തെ കുറിച്ച് പറയാനൊന്നുമല്ല, അതിനും അപ്പുറം ദൈവത്തിന്റെ സൽഗുണങ്ങളെ കുറിച്ച്. അപ്പൊ അതിനർത്ഥം ഒരുപാട് സൽഗുണമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതെങ്കിലും നമ്മൾ ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിയണം. ഒത്തിരി സൽഗുണങ്ങൾ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? തൊട്ടതിനും പിടിച്ചതിനെല്ലാം വലിയ ചൂരവടിയും കൊണ്ടിരുന്നിട്ട് പറഞ്ഞത് ഒത്തില്ല, ഉടുത്തത് ഒത്തില്ല, സ്വോത്രം പറഞ്ഞത് ഒത്തില്ല, തുണി ഉടുത്തത് ഒത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനും തല്ലാനിരിക്കുന്നവനാണോ ദൈവം? നിങ്ങളുടെ ഇരിപ്പോണ്ടിട്ട് അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനെയാണോ? സത്യമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഓർക്കുന്നു. ഞാൻ എൻ്റെ പശ്ചാത്തലം ഓർക്കുന്നു. ഞാൻ അടിസ്ഥാനപരമായിട്ട് എറണാകുളം സ്വദേശിയാണ്. ഇപ്പം ഞാൻ വെണ്ണിക്കുളത്ത് താമസിക്കുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അപ്പോൾ സ്തോത്രം, എൻ്റെ സാക്ഷിയൊക്കെ ചിലപ്പോഴൊക്കെ മീഡിയയിലൊക്കെ പല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ ഗതികെട്ട് കുടുംബമായിരുന്നു. അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യം. സ്തോത്രം, ഈ പറഞ്ഞ ഒരു ഓലപ്പരയ്ക്കകത്ത് കിടന്ന് വളർന്ന സമയം ഞാനും എൻ്റെ അനിയനും നിങ്ങൾക്കറിയാം പാസ്റ്റർ അജിയമ്മ, ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. ഞങ്ങളൊരു ബന്ധു വീട്ടിൽ പോയതായിട്ടോ അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗതികെട്ട് എല്ലാവരും എന്തൊക്കെയോ, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്, ആരും കുറ്റം പറയുന്നില്ല. അപ്പൻ കുടിച്ചും ജീവിച്ചൊക്കെ എൻ്റെ പേരിൽ ഒരു അസംതൃപ്തരായിരുന്നു ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ. അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അപ്പന് ജീവിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞങ്ങളെ ഒട്ട് ഒരു ബന്ധു വീട്ടിലേക്ക് വിടത്തുമില്ലായിരുന്നു, ഞങ്ങളെ ആരും അങ്ങനെ സ്വീകരിക്കില്ല. അതുകൊണ്ട് അപ്പൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ വളർന്നു വന്നതൊക്കെ ഇപ്പൊ ദൈവത്തിന്റെ കൃപ കൊണ്ട് കർത്താവ് കടം തീർക്കുന്നത് ആണ്ടിൽ 2-3 പ്രാവശ്യമൊക്കെ ഇപ്പൊ ഞങ്ങളെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് വിടും. സ്തോത്രം, മനസ്സിലായോ? അപ്പന്റെ അമ്മയുടെ വീട്ടിലൊന്നും പോയി ഞങ്ങൾ ഒരു വെക്കേഷൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ആണ്ടിൽ 2-3 പ്രാവശ്യം ഒരാഴ്ചയൊക്കെ എവിടെയെങ്കിലും ദുബായിലോ സ്തോത്രം UK കൊണ്ടുപോയും ബന്ധുക്കളെക്കാൾ സുന്ദരമായി സ്തോത്രം കരുതി സൂക്ഷിച്ച് പോരാൻ നേരത്ത് ഒരു പെട്ടി നടച്ച് സാധനവും മേടിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി 2 കവളയിൽ ഉമ്മ തന്ന് കയറ്റിവിടുന്ന എത്രയോ പേര്. ജീസസ്, ഹല്ലേലൂയ. ഞാനൊരു സരസമായ രീതി പറഞ്ഞു പോയതാ, പക്ഷെ സത്യം മനസ്സിൽ ഗ്രഹിച്ചപ്പോൾ നന്ദി പറയാതിരിക്കാൻ പറ്റിയല്ല. ഞാൻ നിങ്ങളോടും പറയാം, ഈ കർത്താവിന്റെ പക്ഷത്ത് നിന്ന് അവിശ്വസ്തത കാണിക്കാതിരുന്നാൽ ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്രം, നിന്നെ ദൈവം മാനിക്കാതിരിക്കുകയല്ല. കർത്താവ് ആരെ കൊണ്ട് മാനിക്കണം എന്നൊക്കെ ദൈവം നിശ്ചയിച്ചോളും. ദൈവം അതിന് വിശ്വസ്തനാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ആ പഴയ വീട്ടിൽ കിടക്കുമ്പോൾ ഞാനും അനിയനും വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും കാര്യത്തിനകത്ത് സ്തോത്രം ഒന്ന് ഏതെങ്കിലും കാര്യത്തിൽ ഇച്ചിരി ഉറക്കെ ചിരിച്ചു പോയാൽ, ഞങ്ങളുടെ വീട്ടിൽ സത്യമാണ് ഈ പറയുന്നത് കേട്ടോ,
ഒന്ന് സ്വത്രം എന്തെങ്കിലും കാര്യത്തിനകത്ത് തമാശ ഒന്നും പറയാൻ അന്നില്ല. എന്നത്തെ പോലത്തെ മീഡിയ ഒന്നുമില്ലല്ലോ, നമുക്കങ്ങനെ അറിയില്ല. ബാലരമ പോലും നമ്മൾ വായിക്കാറില്ല, കിട്ടാറില്ല. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. സ്വത്രം എന്തെങ്കിലും പറഞ്ഞത് ഉറക്കെ ചിരിച്ചു പോയാൽ, എൻ്റെ അമ്മ അനവധി പ്രാവശ്യം പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. അമ്മ പറയും, മിണ്ടാതിരടാ, ദൈവം കോപിക്കും. സത്യമാ ഞാൻ ഈ പറയുന്നത്. അപ്പൊ വീട്ടിൽ ഇച്ചിരി അധികം തുറന്ന് ചിരിച്ചാ പോലും എൻ്റെ പാവ അമ്മയുടെ മനസ്സിനകത്ത് കിടന്നത് ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ഒത്തിരി സന്തോഷിച്ചാൽ, നിങ്ങൾ തന്നെ പറയാറില്ലേ, സാധാരണ ഇപ്പോഴും കോന്നിക്കാര് പറയാറുണ്ടോ എന്നറിയില്ല, പറയും ഇന്ന് ഒരുപാട് ചിരിക്കുന്നുണ്ട്, ഏതാണ്ട് കരയാനാന്നാ തോന്നുന്നേ, പറയാറില്ലേ? എന്നാ വർത്താനം, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ഈ പോളിസി? സത്യത്തിൽ നമ്മുടെ അകത്ത് കിടക്കുന്ന. ഇപ്പൊ എന്റെ അമ്മ പറയായിരുന്നു, ഉറക്ക ചിരിച്ചാൽ എന്നാ കണ്ടിട്ടാടാ ചിരിക്കുന്നത്, ദൈവം കോപിക്കൂടാ, മിണ്ടാതിരിടാ. ഇനി അതും പോട്ടെ, നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കൺസെപ്റ്റാ ഞാൻ പറയുന്നത് കേട്ടോ. സ്തോത്രം. ഇതൊക്കെ ഒരു ഭാഗം ശരിയായിരിക്കും, പക്ഷെ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭാഗം സ്തോത്രങ്ങൾ ഓർത്തെ, നമ്മളിപ്പോ ഒരാളോട് കയറി അങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങോട്ട് വന്നു നമ്മളെ അങ്ങ് അസ്വസ്ഥമാക്കി, നമുക്ക് തിരിച്ചു പറയാം, നമുക്ക് വാക്ചാതിരി അത്രയില്ലായിരുന്നു, നമ്മളെ അങ്ങ് ഒതുക്കുക. താനാണോടോ പ്രസംഗിക്കുന്നവൻ, സ്തോത്രം, താനാണോ വെള്ളക്കുപ്പായിട്ട് നടക്കുന്നതൊക്കെ ചോദിച്ചു, നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല. നമുക്കങ്ങ് സങ്കടം വന്നു, നമ്മുടെ ഭാഗത്ത് പരമാ. പക്ഷെ നമുക്ക് പറയും, തൊണ്ണയിൽ ശബ്ദം പോലും വരില്ല. അങ്ങനെ വരുമ്പോൾ അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? നിന്നോടൊക്കെ ദൈവം ചോദിച്ചോടൂടാ. ഉത്തരം മുട്ടുമ്പോ അവസാനം വെച്ച് കാച്ചുന്നല്ലേ. അപ്പൊ ഈ വാക്കുകളിൽ നിന്നെല്ലാം നമ്മൾ എന്താ അവതരിപ്പിക്കുന്നേ? ദൈവത്തിന്റെ പ്രധാന പരിപാടി. ദൈവം അങ്ങനെ കത്തിയും തേച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ പറഞ്ഞ പോലെ ചോദിക്കാൻ, ഉറക്ക ചിരിച്ചാൽ കുത്താൻ. വാസ്തവത്തിൽ ഞാൻ ഈ കുമ്പനാട്ട് പഠിക്കാൻ വന്നതിന് ശേഷമൊക്കെയാണ് ഈ ദൈവം അനുഗ്രഹിക്കൂന്ന് പോലും ശരിക്കും കാത് തുറന്ന് കേട്ടത്. ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അനുഗ്രഹിക്കൂ എന്ന് പറയുന്ന ഒരു ചുരുക്കമായിരുന്നു. മിക്കവാറും പേരെല്ലാം സ്വത്രം ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം മറ്റു പല രീതിയിലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പത്രോസ് പറയുന്നു, കാര്യം ശരിയാണ്. സ്വത്രം. ഇതിനകത്ത് കയറിയിട്ട് വേണ്ടാധീനം കാണിച്ചാൽ ദൈവം തമ്പുരാൻ അതിൻ്റെതായ നടപടിയെടുക്കും. പക്ഷെ ദൈവത്തിന്റെ പ്രധാന പരിപാടി ഇങ്ങനെ ബൈനോക്കുലറും വെച്ച് ക്യാമറയും വെച്ചോണ്ട് ആരെങ്കിലും സ്തോത്രം ഈ വക കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നവനല്ല. പിന്നെ ദൈവത്തിന്റെ പ്രധാന പരിപാടി ആരെങ്കിലും ഒരുത്തരെ ഇണങ്ങി കിട്ടിയാൽ അവനെ ഉയർത്തിയിട്ട് ഞാൻ ദൈവമാണെന്ന് അവനിലൂടെ വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം. സുവിശേഷത്തിന്റെ കാതലായ സർവശക്തനായ ദൈവം. അവൻ മുടക്കിയതെല്ലാം മനുഷ്യനെ തകർക്കാനല്ല, ഉയർത്താനാണ്. മനുഷ്യരാശിക്ക് വേണ്ടി മുടക്കിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കില്ല. അത് മറ്റൊന്നുമല്ല, തന്റെ ഏകജാതനായ പുത്രനെയും അവന്റെ ചങ്കിലെ ചോരയെയും അവന്റെ ജീവനെയുമാണ് മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം മുടക്കിയ ഏറ്റവും വലിയ മുതൽ മുടക്ക്. നിങ്ങൾ ദൈവത്തോട് ചോദിക്ക്, എന്തിനാണ് ഈ പുത്രനെ ഇവിടെ തകർത്തത്? ഒറ്റ മറുപടിയുള്ളൂ, ഏതെങ്കിലും വിധത്തിൽ ശപിക്കപ്പെട്ട മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ രാത്രി നിങ്ങൾ ഇനി ഇവിടെ പിശാചാന്നോ വെല്ലുപ്പന്റെ ശാപാന്നോ, സ്തോത്രം, നിങ്ങൾക്ക് ഇനി കൂടോത്ര എന്ത് പറഞ്ഞാലും നിങ്ങൾ രക്ഷപ്പെടിയല്ല ഇനി. കാരണം ഇന്ന് രാത്രി നിങ്ങൾ സത്യം കേൾക്കുക. നിന്നെ ഇവിടെ നിന്നുകൊണ്ട് ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനെ വിളിച്ചോണ്ട് വന്ന് തലയോട്ടി കൂടോത്രം ചെയ്താലും നിന്നെ ഉയർത്താനുള്ള പണി ദൈവം ചെയ്തു വെച്ചിരിക്കുമ്പോൾ നീ അത് വിശ്വസിക്കാതെ മറ്റേത് വിശ്വസിച്ചാൽ ദൈവമല്ല ഉത്തരവാദി. ഇന്ന് രാത്രി നീ ദൈവത്തെ വിശ്വസിക്ക, ദൈവത്തെ വിശ്വസിക്ക. ഇതൊന്നും ഫലിക്കാതിരിക്കാന് ഞാൻ എന്റെ പുത്രനെ തന്നത്, ഇതൊന്നും ഫലിക്കാതിരിക്കാന് ഞാൻ എന്റെ ചോര തന്നത്. ഇന്ന് രാത്രി വചനം ചിലതിനെ കീഴ്പ്പെടുത്തട്ടെ. ചില ചിന്താഗതികള്, ചില ഭാരങ്ങള്, ചില തോന്നലുകള് ഇന്ന് രാത്രി ദൈവ വചനം കീഴ്പ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിക്കുക, സംഭവമൊക്കെ ശരി,
ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവം ഇതൊക്കെ മുടക്കിയത് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നെ എന്തിനാ? എങ്ങനെയെങ്കിലും നമ്മൾ ഉയർന്നു വരണം. സ്വത്രം മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരായിരിക്കുന്ന ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ഞങ്ങളുടെ കഴിവുകൊണ്ടും പ്രവർത്തിച്ചാൽ ആത്മാക്കൾ വിടിവിക്കപ്പെടുകയല്ല, ശുശ്രൂഷ ഫലിക്കുകയല്ല. അതറിയാവുന്ന ദൈവം തന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നു, നമുക്ക് തന്നു. എന്തിനാ? നിന്റെ ശുശ്രൂഷ വിജയിക്കാൻ. സ്തോത്രം. നീ ലജ്ജിച്ചു പോകാതിരിക്കാൻ, നീ കൈവച്ച വിടുതലുണ്ടാകാൻ, നീ ഒരുത്തനെ കയറി പിടിച്ചാൽ അവനെ എഴുന്നേറ്റ് പോരാൻ. ഇതെല്ലാം ദൈവം തന്നത് എന്നെയും നിങ്ങളെ ഉയർത്താനാണ്, ചിലരെ ഉയർത്തിക്കൊണ്ട് വരാനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രാത്രി ദൈവാത്മാവ് ഈ നാട്ടിൽ സത്യം വെളിപ്പെടുത്തുകയാ. കർത്താവ് പറയുന്നു, കോന്നിയുടെ മണ്ണിൽ ആനകുത്തി സ്വർഗം പറയുന്നു, ചിലരെ എനിക്ക് ഉയർത്താനുണ്ട്. ഈ നാട്ടിൽ ഇനിയും ചിലരെ ഉയർത്താനുണ്ട്. അവരുടെ പാപം കഴുകണം, അവരെ വീണ്ടെടുക്കണം, അവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിക്കണം, അവരെ സത്യാരാധനക്കാരാക്കി മാറ്റണം. അതിന് ദൈവം ആരെയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുക. അതിന് വിധേയപ്പെടാൻ ആര് തയ്യാറാകുന്നു അവരെ ദൈവം ആദരിച്ചിരിക്കും. Holy Spirit. Hallelujah. കർത്താവേ മഹത്വം. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിടട്ടെ. ബൈബിൾ മുഴുവൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനെ ഓരോന്നും തെളിവിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതൊരു മാസയോഗമല്ല, കൺവെൻഷൻ ആണെന്നറിയാം. അതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രം എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് കൈയടിപ്പിച്ച് സമയം തീർക്കാൻ ഞാൻ സ്തോത്രം താല്പര്യപ്പെടുന്നില്ല. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഏതൊക്കെ വാക്കുകളാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, സ്തോത്രം, ഈ നാട്ടിലെ പല ദേവസങ്കല്പങ്ങളുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വഴിപാടുകൾ പോലും മറ്റുള്ളവരെ തകർക്കാനും താഴ്ത്താനും മുടിക്കാനുമായിരിക്കാം. ഞാൻ പറയുന്നത് ശരിയല്ലേ? സ്തോത്രം. പല വഴിപാടുകളും നേർച്ചകളും പോലും അത് സ്വീകരിച്ചിട്ട് മറ്റുള്ളവരെ തകർക്കാൻ പറ്റിയ സങ്കല്പമൂർത്തികൾ ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷെ ദൈവസഭ എന്ന സ്ഥാപനം സർവശക്തനായ ദൈവം ഈ മണ്ണിൽ തുറന്നത്, നീ ഇവിടെ ഒരു കെട്ട് കാശും കൊണ്ട് വന്നിട്ട് ഈ സഭയ്ക്കകത്തുള്ള ദൈവത്തോട് ഇന്നവനെ തകർത്തു തരാൻ പറഞ്ഞാൽ കർത്താവ് പറയും കാശ് കൊണ്ട് ഇറങ്ങി പോടാന്ന്. കാരണം മറ്റൊരുത്തിനെ മുടിക്കാൻ തുടങ്ങിയ സ്ഥാപനമല്ല സഭ. ചിലര് രക്ഷപ്പെടണം, ചിലര് വിടുവിക്കപ്പെടണം, ചിലരുടെ കണ്ണുനീര് തോരണം, ചിലർ സമാധാനത്തോടെ കിടന്നുറങ്ങണം, ചിലരുടെ ആയുസ് കൂടണം, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, അവരങ്ങ് സ്വർഗത്തിലെത്തണം. അതിന് തുറന്ന സ്ഥാപനമാണ് സഭ. ദൈവത്തിന്റെ സകല കൃപാവരങ്ങളും മനുഷ്യനെ ഉയർത്താനാണ്. ആണോ അല്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരുത്തനെ പ്രാർത്ഥിച്ചു മുടിക്കാനും തകർക്കാനൊന്നും ഒരു കൃപാവരവും ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ, സത്യം ഗ്രഹിപ്പിക്കാൻ, തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ, അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ. സ്തോത്രം. അതുകൊണ്ട് എന്റെ ആവേശം തീർന്നില്ലെങ്കിലും ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്യുക. ആ ഭാഗം ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്.